ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പപ്പായ നളുങ്കുമാവ് സോപ്പാണ് കേട്ടോ. അപ്പോൾ നളുങ്കുമാവിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. നമുക്ക് ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാം, ഒരുപാട് ഗുണങ്ങളുള്ള ഒരുപാട് ഐറ്റംസ് ചേർത്തിട്ടുള്ള ഒരു പൗഡറാണ് നളുങ്കുമാവ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പപ്പായ സോപ്പാണ് ഉണ്ടാക്കുന്നത്. പപ്പായ വെച്ചിട്ട് പപ്പായ പൾപ്പ് ഞാനൊരു 80 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 15 ഗ്രാം നളുങ്കുമാവ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് അത്യാവശ്യം പൗഡർ ഉണ്ടാവും. വെയിറ്റ് കുറഞ്ഞൊരു പൗഡറായ കാരണം തന്നെ അത്യാവശ്യം പൗഡർ ഉണ്ടാവും. അത് കൂടാതെ നമ്മൾ പപ്പായ ജെല്ല് നമ്മൾ അലോവേര ജെല്ലൊക്കെ പോലെ പപ്പായ ജെല്ല് നമുക്ക് ഉണ്ടാക്കി വെച്ചത് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണതോ. അതല്ല നിങ്ങളടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പപ്പായ പൾപ്പ് തന്നെ നമുക്കൊരു 25 ഗ്രാം കൂടുതലെടുക്കാം. നേരത്തെ 80 ഗ്രാമാണ് പപ്പായ പൾപ്പ് എടുത്തത്. 25 ഗ്രാമാണ് ഞാൻ പപ്പായ ജെല്ലെടുക്കുന്നത്. ജെല്ലില്ലാത്തവർക്ക് പപ്പായ പൾപ്പ് 25 ഗ്രാമും കൂടി കൂടുതലെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് പപ്പായ ഓയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പപ്പായ ഓയിൽ നമുക്ക് വാങ്ങിക്കാനും കിട്ടും. പിന്നെ അതില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വിർജിൻ കോക്കനട്ട് ഓയിലോ സാധാ വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ നമുക്ക് സ്കിൻ വൈറ്റനിങ് ഓയിൽ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ഓയിൽ, ബദാം ഓയിലൊക്കെ ചേർത്താൽ മതി. പക്ഷെ പപ്പായ ഓയിലാണ് ഏറ്റവും നല്ല റിസൾട്ട് ഈ ഒരു സോപ്പിൽ കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ പൗഡറും ഈ പേസ്റ്റും എല്ലാം കൂടി നമ്മൾ ഈ സോപ്പ് ബേസിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബേസ് നന്നായി മെൽറ്റ് ചെയ്ത് വരുന്നതോട് കൂടിയിട്ട് തന്നെ അത് ഒരുമിച്ച് അങ്ങോട്ട് അലിഞ്ഞ് കിട്ടും. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് വിറ്റാമിൻ ഇ ഓയിൽ, വെജിറ്റബിൾ ഗ്ലിസറിൻ, അതൊക്കെ ഇതിലേക്ക് ചേർക്കാനുള്ളതാണ്. പെർഫ്യൂം അതൊക്കെ ചേർക്കാനുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു പകുതി ഭാഗം മെൽറ്റായി വരുമ്പോൾ തന്നെ വേണമെങ്കിൽ ഈ പൗഡർ ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് അലിഞ്ഞതിൻ്റെ ശേഷം വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഫുള്ളായിട്ട് ഇപ്പോൾ അലിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. എങ്ങനെ ഇളക്കിയാലും നമുക്ക് ആ പൗഡറുകൾ അതിലിങ്ങനെ കുറച്ച് കട്ട തെരിയായിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ശരിയാക്കി എടുക്കാൻ വേണ്ടി ബ്ലെൻഡർ യൂസ് ചെയ്യാൻ തന്നെ വേണം. കാരണം എന്താ വെച്ചാൽ ഈ പപ്പായ ജെല്ലും ആ പൗഡറും അല്ലെങ്കിൽ പൗഡർ ഐറ്റംസുകൾ ഇടുമ്പോൾ എപ്പോഴും ഒരു തരിതരിയായിട്ട് മുകളിൽ നിൽക്കാറുണ്ട്. അപ്പോൾ ബ്ലെൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ. ബീറ്റർ ഉപയോഗിക്കരുത്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന ബീറ്റർ കുറേ പേര് ഉപയോഗിക്കാറുണ്ട്. അത് ഉപയോഗിച്ചാൽ കുറച്ചും കൂടി കൂടുതൽ പതയായിട്ട് നിൽക്കും. ആ സോപ്പുകൾ പെട്ടെന്ന് അലിഞ്ഞു പോകാൻ ചെയ്യും. ഇനി അതിന് ശേഷം നമ്മൾ ഈ പപ്പായ ജെല്ല്, നേരത്തെ അളന്ന് റെഡിയാക്കി വെച്ച പപ്പായ ജെല്ല് 25 ഗ്രാം അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പപ്പായ ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 10 ഗ്രാം പപ്പായ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വിറ്റാമിൻ ഇ ഓയിലാണ്. നമ്മൾ 1 ഗ്രാമോളം ചേർത്ത് കൊടുത്താൽ മതി. 1-2 ആയാലും കുഴപ്പമൊന്നുമില്ല. വിറ്റാമിൻ ഇ കോൺസെൻട്രേറ്റ് ഓയിലാണ്. അതേപോലെ വെജിറ്റബിൾ ഗ്ലിസറിൻ നമുക്കൊരു 5 ഗ്രാം ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക, പെർഫ്യൂം ചേർക്കുക. അത്രയൊക്കെ തന്നെ ഉള്ള കാര്യങ്ങൾ. അതുപോലെ സോപ്പ് ബേസ് കട്ട് ചെയ്യണമെന്നും ഞാൻ ആദ്യം കാണിച്ചിട്ടില്ല. ഒരുപാട് വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒന്നും അറിയാത്ത ആൾക്കാർ വന്നിട്ടും ആ സോപ്പ് ബേസിൻ്റെ പേര് സോപ്പ് ബേസ് എന്ന് പറയാൻ അറിയാത്തവരും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരാണെങ്കിൽ ആദ്യം നമ്മൾ ആ സോപ്പ് ബേസിനെ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇനി നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. ലാസ്റ്റ് പെർഫ്യൂം ഒഴിക്കുകയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ ഒരിക്കൽ ഉണ്ടാക്കി അത് ചൂടായി നമ്മൾ ഇതിലൊക്കെ ഒഴിച്ച് ശേഷം ആ സോപ്പിനെ വീണ്ടും നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ടാമതൊന്നും കൂടി നമുക്ക് എന്തെങ്കിലും കുറവുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കളർ ചേർക്കണം, അല്ലെങ്കിൽ കുറച്ച് പെർഫ്യൂം ചേർക്കണം, വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ പറ്റണതാണ്. അങ്ങനെ നമ്മൾ പെർഫ്യൂം രണ്ടാമത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച പെർഫ്യൂമിൻ്റെ സ്മെല്ല് അതിൽ നിന്ന് കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് പെർഫ്യൂം ചേർക്കാവൂ. രണ്ടാമത് അതിനെ ചൂടാക്കിയാൽ ആദ്യത്തെ മണത്തിൻ്റെ 3/4 ഭാഗം പോകുമ്പോൾ കുറച്ച് സ്മെല്ലേ അതിൽ നിൽക്കുള്ളൂ. അതുപോലെ കളറ് അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിലേക്ക് യെല്ലോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം,
ഞാൻ ഹണിയുടെ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ലൊരു സ്മെല്ല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പപ്പായയുടെ സ്മെല്ല് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ പപ്പായ സോപ്പ് വേറെ ഉള്ളത് കൊണ്ട് ഞാൻ അതിന് വേറൊരു ലഷർ എന്ന് പറഞ്ഞിട്ടൊരു സ്മെല്ലാണ് കൊടുക്കുന്നത്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം 1 കിലോയിലേക്ക് ഞാൻ 20 ഗ്രാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് എത്ര ഗ്രാമാണ് ചേർത്ത് കൊടുക്കുക, 5 തുള്ളി മതിയോ 6 തുള്ളി മതിയോ എന്നൊക്കെ ചോദിക്കണവരുണ്ട്. അപ്പോൾ ഞാൻ 1 കിലോയിലേക്ക് 20 ഗ്രാമാണ് നമ്മളെ ഫസ്റ്റ് ക്വാളിറ്റി പെർഫ്യൂം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് തന്നെ സെക്കൻഡ് ക്വാളിറ്റി പെർഫ്യൂം ഉണ്ട്. നമ്മൾ ഏകദേശം 23 മില്ലി ചേർത്ത് കൊടുക്കണം. പക്ഷേ സ്മെല്ല് അധികം നിൽക്കില്ല, പെട്ടെന്ന് അത് മങ്ങി പോവും. ഫസ്റ്റ് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ആകുമ്പോൾ നമുക്ക് ആ ഒരു സോപ്പ് തീരുന്നത് വരെ ആ സ്മെല്ല് നിൽക്കും. അതിന് ശേഷം നമുക്ക് മോൾഡിൽ ഒഴിച്ച് കൊടുക്കാം. മോൾഡിൽ ഒഴിച്ച് 1 മണിക്കൂറാകുമ്പോഴത്തേനൊക്കെ അത് സെറ്റാവും. കുറേ പേര് ഇപ്പോഴും ചോദിക്കാറുണ്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊക്കെ. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, നമ്മളിങ്ങനെ ഒഴിച്ച് 1/4 മണിക്കൂറാകുമ്പോഴത്തേനും അത് സെറ്റാവും. അന്ന് തന്നെ ഉപയോഗിക്കാനും പറ്റും. നമ്മൾ ഈ ഒരു സോപ്പ് ബേസ് പാരബൻ സൾഫേറ്റ് ഫ്രീ ആണ്, ഡബിൾ ഹൈ ക്വാളിറ്റി സോപ്പ് ബേസാണ്. നമ്മൾ ഈ സോപ്പി ടെസ്റ്റിൻ്റെ ഒക്കെ സോപ്പ് ബേസ് കണ്ടിട്ടില്ലേ, ആ സെയിം സാധനമാണ്. അപ്പോൾ സോപ്പി ടെസ്റ്റ് വേണമെങ്കിൽ അത് ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ളതെന്നൊക്കെ വാങ്ങിക്കാം. അതല്ലെങ്കിൽ നമ്മളടുത്തുണ്ട്. അതുപോലെ സോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ മെറ്റീരിയലും, സോപ്പ് ബേസ്, കളറുകൾ, പെർഫ്യൂം, അതിലേക്കുള്ള ഒരുവിധം എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ അടുത്തുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക. ദയവ് ഇത് ഫോൺ ചെയ്തിട്ട് ചോദിക്കരുത് അതെങ്ങനെയാണ്, ഇതിനെത്രയാണ്, നമുക്കത് എത്രയാണ് ചേർക്കേണ്ടതെന്ന് പറയണോണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. 200-300 കോളുകൾ ഒരു ദിവസം വരുമ്പോൾ നമുക്ക് അത് അവരായിട്ട് സംസാരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അത്യാവശ്യം മെസ്സേജും വരുന്നുണ്ട്. അതിനെന്തായാലും നമുക്ക് ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാനൊരു 10 സോപ്പ് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചതാണ്. ഇപ്പോൾ നല്ലൊരു റിസൾട്ടുള്ള സോപ്പാണ് കേട്ടോ. അപ്പോൾ അവർ മുൻപേ കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വീണ്ടും വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ. ഇതങ്ങനെ കാണുമ്പോൾ ഒരു പപ്പായ സോപ്പായിട്ട് തോന്നൂല, കാരണം അതിൻ്റെ കളറ് അങ്ങനെയല്ല. പിന്നെ നളുങ്കുമാവുണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ ഹണിയുടെ കളറാണ് ചേർത്തിട്ടുള്ളത്. അത് കാരണമാണ് ഇങ്ങനെ ഒരു ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുള്ളത്. യെല്ലോ ഒക്കെ ചേർക്കണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് കളറിലേക്ക് വന്നിരുന്നു കേട്ടോ. ഇപ്പോൾ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കുക. കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ.